സംസ്ഥാനത്ത് കൈത്തറി യൂണിഫോം പദ്ധതി താളം തെറ്റുന്നു. സ്കൂൾ തുറന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ലഭിച്ചില്ല. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ രാസമാലിന്യം കലർന്ന സംഭവം. മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ തീരുമാനം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തും. സന്ദർശനം കണക്കിലെടുത്ത് രാവിലെ 8 മുതൽ 10 വരെ വിവാഹം, ചോറൂണ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം സംബന്ധിച്ച് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം സ്ഥലപരിശോധന നടത്തി. അകമല മുതൽ കരുതക്കാട് വരെയുള്ള മേഖലകളിലാണ് പരിശോധന നടത്തിയത്. കാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് ശല്യം രൂക്ഷം. നടപടിയെടുക്കാതെ അധികൃതർ. എരുമപ്പെട്ടി, പതിയാരം, കാവാലംചിറ, പൊതുകുളം വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് കുളം അടച്ചുകെട്ടിയത്. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് കൈത്തറി യൂണിഫോം പദ്ധതി താളം തെറ്റുന്നു. സ്കൂൾ തുറന്ന് ഒരു മാസം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ലഭിച്ചില്ല. സർക്കാർ സ്കൂളുകളിൽ 1 മുതൽ 7 വരെയും എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 4 വരെയുമുള്ള വിദ്യാർത്ഥികളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. ഗുണമേന്മയുള്ള യൂണിഫോം ലഭ്യമാക്കുന്നതിനോടൊപ്പം പരമ്പരാഗത കൈത്തറി മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2017-18 അധ്യയന വർഷം മുതലാണ് വ്യവസായ വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പദ്ധതി ആരംഭിച്ചത്. ആവശ്യമായി കൈത്തറി ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. പല സ്കൂളുകളിലും പാന്റിന്റെയും പാവാടയുടെയും തുണി എത്തിയിട്ടുണ്ടെങ്കിലും ഷർട്ടിനുള്ളത് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്കൂളുകൾ അവ വിതരണം ചെയ്തിട്ടില്ല. ഓരോ കുട്ടിക്കും 2 ജോഡി തുണികൾ വീതമാണ് വിതരണം ചെയ്യേണ്ടത്. പദ്ധതിക്കായി 79.01 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കും മുൻപ് യൂണിഫോം വിതരണം ചെയ്യുമെന്ന് 2 മാസം മുൻപേ തന്നെ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും നടപ്പിലായിട്ടില്ല. TCV ന്യൂസ്, ഗുരുവായൂർ. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ രാസമാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിലാണ് കാട്ടൂർ പഞ്ചായത്ത് ഹാളിൽ ഉന്നതതല യോഗം ചേർന്നത്. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. പ്രദേശങ്ങളിലെ മണ്ണ് പരിശോധന നടത്താനും തീരുമാനമായി. കൂടാതെ കോഴിക്കോട് ലാബിലേക്ക് അയച്ച ജലസാമ്പിളുകളുടെ പരിശോധനാഫലം വന്നതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനും ധാരണയായി. കിണറുകളിൽ രാസമാലിന്യങ്ങൾ പടരുന്നതിനെക്കുറിച്ച് TCV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തും. സന്ദർശനം കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 8 മുതൽ 10 വരെ ക്ഷേത്ര ദർശനം, വിവാഹം, ചോറൂണ് എന്നിവയ്ക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നർ റിംഗ് റോഡിൽ രാവിലെ മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. ഉപരാഷ്ട്രപതി തിരിച്ചു പോകുന്നതുവരെ തെക്കേ നടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാൻ പാടില്ല. പ്രാദേശികം സീനിയർ സിറ്റിസൺ ദർശന ക്യൂ രാവിലെ 6 മണിക്ക് അവസാനിപ്പിക്കും. ക്രമീകരണങ്ങളോട് ഭക്തർ സഹകരിക്കണമെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ അറിയിച്ചു. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം സംബന്ധിച്ച് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം സ്ഥലപരിശോധന നടത്തി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ RV അർച്ചനയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. അകമല മുതൽ കരുതക്കാട് വരെയുള്ള മേഖലകളിലാണ് പരിശോധന നടത്തിയത്. മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റ് പരിസരത്തെത്തിയ സംഘം MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുമായി ചർച്ച നടത്തി. ബൈപ്പാസ് റോഡ് അവസാനിക്കുന്ന ഭാഗമായ കാട്ടിലെ ഗേറ്റ് പരിസരത്ത് റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധന ഉൾപ്പെടെ പൂർത്തിയായി. അന്തിമ അനുമതിക്കായി ഫയൽ ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്തേക്ക് അയച്ചിട്ടുണ്ട്. മുൻ നഗരസഭാ വൈസ് ചെയർമാൻ MR സോമനാരായണൻ, വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK പ്രമോദ് കുമാർ, CPI മണ്ഡലം പ്രസിഡന്റ് MU കബീർ, VA സുരേഷ് തുടങ്ങിയവരും സ്ഥലത്തെത്തിയിരുന്നു. കാട്ടൂരിൽ വിവിധയിടങ്ങളിൽ ആഫ്രിക്കൻ ഒച്ച് ശല്യം രൂക്ഷമായി. പ്രദേശത്തുള്ള വീട്ടുകാരുടെ അടുക്കളത്തോട്ട കൃഷിയും ചെടികളും ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണത്തിൽ നശിച്ചു. പ്രദേശത്തെ വാഴകളിലും ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കൂടിയിട്ടുണ്ട്. കുടിവെള്ള സ്രോതസ്സുകളിലെ ആഫ്രിക്കൻ ഒച്ചിന്റെ സാന്നിധ്യം കുട്ടികളിലും മുതിർന്നവരിലും ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഇടപെട്ട് ആഫ്രിക്കൻ ഒച്ചിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AAYF പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പതിയാരം, കാവാലംചിറ, പൊതുക്കുളം 4 ഭാഗവും മുകൾ ഭാഗവും വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് അടച്ചുകെട്ടിയത്. സഹസ്ര സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ഉപയോഗിച്ച് നവീകരണം നടത്തിയ കുളമാണ് കാവാലംചിറ. പരിസരവാസികൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും
നീന്തൽ ഉൾപ്പെടെയുള്ള വിനോദങ്ങൾക്കുമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് 5 ഏക്കർ വിസ്തൃതിയുള്ള കുളം നവീകരിച്ചത്. എന്നാൽ പഞ്ചായത്ത് കുളം ഏതാനും ചില വ്യക്തികൾക്ക് മത്സ്യകൃഷി ചെയ്യുന്നതിന് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ 5 അംഗ കർഷകർക്ക് 5 വർഷത്തേക്കാണ് കുളം നൽകിയിട്ടുള്ളത്. വലകെട്ടി മൂടിയതോടെ കുളത്തിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യമായെന്ന് നാട്ടുകാർ പറയുന്നു. മണ്ടംപറമ്പ്, പതിയാരം പ്രദേശങ്ങളിലെ 100-ൽ പരം ആളുകൾ ഒപ്പുവെച്ച പരാതി പഞ്ചായത്ത് അധികൃതർക്ക് നൽകി. നമ്മള് പുനരുദ്ധീകരിച്ചിട്ട് നല്ല രീതിയിലാക്കി വന്നൊരു ചിറ, നമ്മുടെ നാടിന്റെ പൊതുസ്വത്തായിട്ട് ഇരുന്നൊരു ചിറ ഇപ്പൊ കുറച്ച് പേർക്ക് പ്രൈവറ്റ് ആയിട്ട് തീരെ എഴുതി കൊടുത്ത പോലെയാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതിപ്പോ അടച്ചു കെട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പൊ നീന്തം ഇവിടെ കുറച്ച്, അല്ലെങ്കിൽ കുളിക്കാൻ മാത്രം ഇവിടെ ഒരു സ്ഥലം ഒഴിവാക്കി വിട്ടിട്ട് ബാക്കി മൊത്തം മീൻ വളർത്തുക എന്നുള്ള ഒരു പേരിൽ മൊത്തം അടച്ചു കെട്ടിയതാണ്. അപ്പോൾ പഞ്ചായത്തിൽ നമ്മളിത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഫിഷറീസ് വകുപ്പിലും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവരിപ്പോൾ നിലവിൽ കോൾപ്പാടത്ത് മാത്രം സീസണിൽ ഉള്ള കൃഷിക്ക് മാത്രമാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് നമ്മളത് അറിഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിട്ട് തീരെ എഴുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം തീരെ ശരിയില്ല എന്ന് തോന്നുന്നു. കൃഷിയുടെ സമയത്ത് ഇവര് വെള്ളം അടിച്ചു കൊടുക്കാതെ കെട്ടിവെക്കുകയും ചെയ്യുക. കൃഷിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഇവര് വെള്ളം അടിച്ച് വറ്റിച്ചിട്ട് ആൾക്കാർ കുളിക്കുന്ന സമയത്ത് ഉപയോഗമില്ലാത്ത പോലെ വെള്ളം അടിച്ചിട്ട് ഒരാഴ്ചത്തോളം വെള്ളം അടിച്ച് വറ്റിച്ച് മീൻപിടുത്തമൊക്കെ നടത്തിയവര്. വേനൽക്കാലത്ത് പരിസരവാസികളുടെ പ്രധാന ജലസ്രോതസ്സാണ് കാവാലം ചിറ. കൃഷിക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. വലയിട്ട് അടച്ചു കെട്ടിയതോടെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുളത്തിലെ നാടൻ മത്സ്യസമ്പത്ത് നശിക്കുവാനും ഇത് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം പൊതുകുളം അടച്ചുകെട്ടുന്നതിനെ പഞ്ചായത്ത് സെക്രട്ടറി അനുമതി നൽകിയിട്ടില്ലെന്നും പൊതുജനങ്ങൾ ഇറങ്ങുന്നതും സ്വാഭാവിക മത്സ്യബന്ധനവും തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നും കുളം പാട്ടത്തിന് നൽകുവാൻ തീരുമാനമെടുത്തിട്ടേയുള്ളൂവെന്നും വിവരാവകാശ നിയമം പ്രകാരം ലഭിച്ച മറുപടിയിലുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. നീർത്തട സംരക്ഷണ പദ്ധതിയിലുള്ള കുളം അടച്ചു കെട്ടിയതിനെതിരെ ജില്ലാ കളക്ടർക്കും ഫിഷറീസ് വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും നാട്ടുകാർ പരാതി അയച്ചിട്ടുണ്ട്. TCV എടിമപ്പെട്ടി. കോലഴി പഞ്ചായത്ത് യോഗത്തിൽ നിന്നും UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയി. 2-ലധികം അജണ്ട രേഖപ്പെടുത്തി ചട്ടലംഘനം നടത്തി യോഗം ചേർന്നതിൽ പ്രതിഷേധിച്ച് UDF അംഗങ്ങളായ PA ലോനപ്പൻ, മാർട്ടിൻ കൊട്ടേക്കാട്, TK കൃഷ്ണൻകുട്ടി, ഇന്ദിരാ ശശികുമാർ എന്നിവരാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. LDF ഭരണസമിതിയുടെ പിൻവാതിൽ നിയമനമടക്കമുള്ള 9 വിഷയങ്ങൾ ക്രമവൽക്കരിക്കാനുള്ള അജണ്ടയിലാണ് പ്രതിഷേധമുയർന്നത്. കോലഴി പഞ്ചായത്തിൽ വൻ അഴിമതിയും സ്വജനപക്ഷപാതവും ധൂർത്തും നിയമലംഘനങ്ങളുമാണ് നടക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കള്ളുഷാപ്പിൽ വെച്ച് യുവാവിന്റെ പ്ലേറ്റിൽ നിന്നും കൊഴുവ വറുത്തത് അനുവാദം കൂടാതെ എടുത്തു കഴിച്ചത് തടഞ്ഞതിലുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സഹോദരങ്ങളടക്കം 3 പേർ പിടിയിലായി. സഹോദരങ്ങളായ പൈനൂർ സ്വദേശികളായ മാളുത്തറ കിഴക്കേനട വീട്ടിൽ സനത്ത്, സഞ്ജയ്, താന്യം ചെമ്മാപ്പള്ളി സ്വദേശി വടക്കൻതുള്ളി വീട്ടിൽ ഷാരോൺ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃപ്രയാർ കള്ളുഷാപ്പിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വലപ്പാട് ബീച്ച് പാണാട്ടമ്പലം സ്വദേശിയായ യുവാവ് ഷാപ്പിൽ വെച്ച് കൊഴുവ ഫ്രൈ കഴിക്കുന്നതിനിടെ പ്രതികൾ അനുവാദം കൂടാതെ പ്ലേറ്റിൽ നിന്നും മീൻ വറുത്തത് എടുത്ത് കഴിക്കാൻ ശ്രമിച്ചതാണ് ആക്രമണത്തിനിടയാക്കിയത്. ക്ഷീരഫാമിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയ കുപ്രസിദ്ധ മയക്കുമരുന്ന് വ്യാപാരി കാക്കപ്പൻ ശംഭുവും സുഹൃത്തും പോലീസിന്റെ പിടിയിലായി. ചിയാരം സ്വദേശി മലയാംകുടി വീട്ടിൽ ഷാമിൽ, പരിയാരം കാഞ്ഞിരപ്പള്ളി സ്വദേശി തെക്കൻ വീട്ടിൽ കുരുവിള എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘം 12 ഏക്കറോളം വരുന്ന ഫാമിൽ വേഷപ്രച്ഛന്നരായി എത്തിയാണ് ഇരുവരെയും പിടികൂടിയത്. ഇവരിൽ നിന്നും മീൻതീറ്റ എന്ന വ്യാജേന സൂക്ഷിച്ച 300 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഗുരുവായൂർ പെരുന്തട്ടയിൽ സ്ത്രീയെ കയറിപ്പിടിച്ച യുവാവിനെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. ബ്ലാങ്ങാട് തൊട്ടാപ്പ് സ്വദേശി വലിയകത്ത് റഫീഖിനെയാണ് ടെമ്പിൾ SI പ്രീത ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. വഴി ചോദിക്കാനെന്ന വ്യാജേന സ്കൂട്ടറിലെത്തി കയറിപ്പിടിക്കുകയായിരുന്നുവെന്ന് സ്ത്രീ പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണനാട്ടം കലാകാരന്മാർ കച്ചകെട്ട് അഭ്യാസം തുടങ്ങി. പുലർച്ചെ 3 മണി മുതൽ രാത്രി 8 മണി വരെയാണ് പരിശീലനം. 41 ദിവസത്തെ കച്ചകെട്ട് കഴിഞ്ഞ് സെപ്റ്റംബർ 1 അവതാരം കളിയോടെ ക്ഷേത്രത്തിൽ കൃഷ്ണനാട്ടം പുനരാരംഭിക്കും. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
വീണ്ടും വാർത്തകളിലേക്ക്. മദ്രസ അധ്യാപകന്റെ ബൈക്ക് മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി ഉപയോഗിച്ച് വന്നിരുന്ന യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മന്ദലാംകുന്ന് അല്ലമീൻ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ നബീലിനെയാണ് SHO ജിൻസൺ ഡൊമിനിക്കിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൊഴിയൂർ മദ്രസയിലെ അധ്യാപകനായ മലപ്പുറം സ്വദേശിയുടെ ബൈക്കാണ് മോഷ്ടിച്ചത്. മദ്രസ അധ്യാപകന്റെ പരാതിയെ തുടർന്ന് മേഖലയിലെ 45ഓളം CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് മോഷ്ടാവിനെ പിടികൂടിയത്. നമ്പർ പ്ലേറ്റ് മാറ്റി സ്ഥാപിച്ച ബൈക്ക് പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. യറവിൽ ഭാഗികമായി തകർന്ന വീടിനുള്ളിൽ ദുരിത ജീവിതം നയിച്ച് ആദ്യകാല നാടക പ്രവർത്തകനായ ഗിരീഷ്. മഴ കനത്തതോടെ ഗിരീഷ് താമസിക്കുന്ന വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി. ഒരാഴ്ച മുൻപാണ് എറവ് സ്കൂളിന് സമീപത്തെ വിദ്യാർത്ഥി റോഡിൽ താമസിക്കുന്ന ഗിരീഷിന്റെ വീടിന്റെ മുകൾ ഭാഗം കനത്ത മഴയിൽ തകർന്നു വീണത്. വീടിന്റെ ഒരു ഭാഗത്തെ ചുമരുകൾ ആദ്യം ഇടിഞ്ഞു വീണു. പിന്നാലെ മുകളിലെ ഓടുകളും നിലംപൊത്തി. 3 പ്രാവശ്യമായി വീടിന്റെ പല ഭാഗങ്ങളും നിലംപൊത്തി. പതിറ്റാണ്ടുകളായി നാടകരംഗത്തെ സജീവ പ്രവർത്തകനായിരുന്നു ആർട്ടിസ്റ്റ് ഗിരി എന്ന ഗിരീഷ്. ഒട്ടനവധി നാടകങ്ങൾക്ക് രംഗപടം ഒരുക്കിയിട്ടുണ്ട്. നാടകങ്ങളിൽ വേഷമിടുകയും സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒറ്റയ്ക്കാണ് ഈ 58-കാരൻ്റെ താമസം. തുണികൾ ഇസ്തിരി ചെയ്ത് നൽകിയാണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷമാവസ്ഥ കണ്ടറിഞ്ഞ് അയൽവാസികൾ നൽകുന്ന ഭക്ഷണവും മറ്റുമാണ് പലപ്പോഴും ആശ്രയം. വീടിൻ്റെ വീഴാത്ത ഭാഗത്ത് ഒരു കട്ടിലിലാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്രമവും ഉറക്കവും. മഴ പെയ്താൽ ദേഹത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ ഒരു പുതപ്പുകൊണ്ട് മൂടി പുതച്ചാണ് കിടക്കുന്നത്. അധികാരികളിൽ നിന്ന് വേണ്ടത്ര സഹായം ലഭിച്ചില്ലെന്ന് ഗിരീഷ് പറയുന്നു. അതേസമയം വില്ലേജ് ഓഫീസർ ഗിരീഷിന്റെ വീട് സന്ദർശിക്കുകയും അപേക്ഷ കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായി വാർഡംഗം വൃന്ദ അറിയിച്ചു. പഞ്ചായത്തിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹായം തനിക്ക് വേണ്ടെന്ന നിലപാടിലാണ് ഗിരീഷ് സംസാരിക്കുന്നതെന്നും വാർഡംഗം പറഞ്ഞു. മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ വീഴാറായ വീടിനുള്ളിൽ കഴിയുന്ന ഗിരീഷിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. TCV തൃശൂർ. പഴയന്നൂർ കാക്കരക്കുന്നിൽ തൊഴുത്തിന് സമീപം 62-കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കാക്കരക്കുന്ന് ചോലയിൽ കുമാരനാണ് മരിച്ചത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൊഴുത്തിൽ പശുവിനെയും ചത്ത നിലയിൽ കണ്ടെത്തി. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും പശുവിനെയും പരിപാലിക്കുന്ന ആളാണ് കുമാരൻ. വിദേശത്ത് നിന്ന് നേപ്പാൾ വഴി രഹസ്യമായി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച പോക്സോ കേസിലെ പ്രതി അറസ്റ്റിൽ. കൂളിമുട്ടം നെടുമ്പറമ്പ് സ്വദേശി അബു താഹിറിനെയാണ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ നിന്ന് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 2023 2 പോക്സോ കേസുകളിൽ പ്രതിയായ അബു താഹിർ സംഭവത്തിന് ശേഷം UAE-യിലേക്ക് കടക്കുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സെഷൻസ് കോടതിയിൽ 2 പിടികിട്ടാപ്പുള്ളി വാറണ്ടുള്ളയാളാണ് അബു താഹിർ. മരത്താക്കര കുഞ്ഞനംപാറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. വട്ടണാത്ര സ്വദേശി വിജിത്തിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ദേശമംഗലത്ത് ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന കിടപ്പ് രോഗിയായ വയോധികൻ ഉൾപ്പെടെ 3 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പുറശ്ശേരി വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് കടപുഴകി വീണത്. വീട്ടിലുണ്ടായിരുന്ന കിടപ്പ് രോഗിയായ ഗോവിന്ദൻകുട്ടിയെ കൂടാതെ ഭാര്യ തങ്കമണിയും മകളും വീട്ടിലുണ്ടായിരുന്നു. വാർഡ് മെമ്പർ PI ഷാനവാസിന്റെ നേതൃത്വത്തിൽ തെങ്ങ് മുറിച്ചു മാറ്റി. മുതുവറ കേരള ഗ്രാമീൺ ബാങ്കിന് സമീപം പാർക്ക് ചെയ്തിരുന്ന കാറിൽ മറ്റൊരു കാർ ഇടിച്ച അപകടം. കാർ യാത്രികരായ 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറാണ് അപകടത്തിനിടയാക്കിയത്. പേരാമംഗലം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കോലഴി 1-ാം വാർഡിൽ പുതിയതായി നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ തറയ്ക്ക് വിള്ളൽ കണ്ടെത്തി. MLA ഫണ്ട് ഉപയോഗിച്ചാണ് ഹൈടെക് അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ തറയ്ക്ക് വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. നിർമ്മാണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിജിലൻസ് അന്വേഷിക്കണമെന്നും കോലഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പൊതുമേഖലയിൽ രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച മാള പൂപ്പത്തിയിലെ ചക്ക സംസ്കരണ ഫാക്ടറി അടഞ്ഞുകിടക്കുന്നു. നിരവധി പഠനങ്ങളും പഠന റിപ്പോർട്ടുകളും ഫയലിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ ഫാക്ടറിയുടെ പൂട്ട് തുറക്കാൻ കൃഷിവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കേരള അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ കീഴിൽ കാർഷിക സർവകലാശാലയുടെ സാങ്കേതിക സഹായത്തോടെയാണ് 3 കോടി ചിലവിൽ ചക്ക ഫാക്ടറി തുടങ്ങിയത്. ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ പൾപ്പ്, നെക്ടർ, മിഠായി, ജാക്ക് ഫ്രൂട്ട് ബാർ, ചക്കക്കുരു ഉൽപ്പന്നങ്ങൾ, ചക്ക ഹൽവ, ജാം, പൗഡർ എന്നിവയുടെ നിർമ്മാണമാണ് പദ്ധതിയിട്ടത്. ഫാക്ടറി പ്രവർത്തനം തുടങ്ങിയ 2018 ഏപ്രിൽ മാസത്തിൽ പ്രവർത്തന മൂലധനമായി ആകെയുണ്ടായിരുന്നത് 1.13 ലക്ഷം രൂപ മാത്രമായിരുന്നു.
അന്നു മുതൽ ഇന്ന് വരെ പ്രവർത്തന മൂലധനം ലഭിച്ചിട്ടില്ല. 2024 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച 1.75 കോടി രൂപയുടെ പദ്ധതിയും എങ്ങും എത്തിയിട്ടില്ല. കുറഞ്ഞ വിലയിൽ അന്യസംസ്ഥാനങ്ങളിലേക്ക് ചക്ക കയറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റമുണ്ടാകുക എന്ന ലക്ഷ്യത്തോടെ 1997 ഒക്ടോബർ 9 അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്റെ പൂപ്പത്തിയിലെ 1 ഏക്കർ സ്ഥലത്ത് പഴം പച്ചക്കറി സംസ്കരണശാലയ്ക്ക് ശിലയിട്ടത്. വ്യക്തമായ പദ്ധതികളുമായി നിർമ്മാണം പൂർത്തീകരിച്ച് അഗ്രോ ഫുഡ് പാർക്കിന്റെ ചക്ക സംസ്കരണ ഉൽപാദന കേന്ദ്രം 2016 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ ചക്ക സംസ്കരണത്തിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും വ്യക്തതയും മൂലധനവും അന്നും ഇന്നും ലഭിച്ചിട്ടില്ലെന്നതാണ് പദ്ധതിയുടെ പരാജയത്തിനും പൂട്ടിയിടാനും ഇടയാക്കിയത്. TCV ന്യൂസ്, മാള. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്ത് സംസ്ഥാന പാതയിലെ വളവിൽ അപകടകരമായ വാഹനത്തെ മറികടന്ന ബസ് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. തൃശൂർ പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ലക്ഷ്മി ബസ്സിലെ ഡ്രൈവർ മിണാലൂർ സജീവിന്റെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. നടപടിയുടെ ഭാഗമായി തെറ്റായ ദിശയിൽ അപകടകരമായ വാഹനം ഓടിച്ചതിന് കേസെടുത്ത് കോടതിക്ക് നൽകുന്നതിന് പുറമെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന ക്ലാസ്സിലും പങ്കെടുക്കണം. സസ്പെൻഷൻ പിൻവലിക്കണമെങ്കിൽ റോഡ് സുരക്ഷ സംബന്ധിച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പഠിച്ച് പരീക്ഷ കൂടി പാസ്സാകണം. വളവുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് കൂടുതൽ ഡ്രൈവർമാർക്കെതിരെ നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഉത്രാളിയിലെ വളവിൽ വാഹനത്തെ മറികടന്നു വന്ന ബസിന്റെ മുൻപിൽ നിന്ന് സ്കൂട്ടർ യാത്രക്കാരി തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. അഞ്ചങ്ങാടിയിൽ നടന്ന പ്രതിഷേധ പ്രകടനം മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസീസ് മന്ദലാംകുന്ന് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PV ഉമ്മർകുഞ്ഞി, നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി AH സൈനുൽ ആബിദ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബുഖാറയിൽ സുബൈർ തങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. അതിക്രമിച്ചു കയറി വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ യുവാവിനെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം കിഴുപ്പള്ളിക്കര കല്ലിങ്ങൽ കെവിനാണ് പിടിയിലായത്. കിഴുപ്പള്ളിക്കര ഹെൽത്ത് സെന്ററിന് സമീപം താമസിക്കുന്ന പൊന്നാമ്പാടി ഷറഫുദ്ദീന്റെ വീട്ടിലാണ് ഇയാൾ അതിക്രമിച്ചു കയറിയത്. വാതിലിൽ ശക്തമായി ഇടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. വീട്ടുകാർ പുറത്തിറങ്ങിയതോടെ ഇയാൾ സ്ഥലം വിട്ടു. പിന്നീട് വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഒരുമനിയൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം നിന്ന് തുടങ്ങിയ പ്രകടനം മുത്തന്മാവ് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KJ ചാക്കോ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു. ജീവൻ ജോസഫ്, ഹിഷാം കപ്പൽ, PP നൌഷാദ്, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 3 കോടി രൂപ ചെലവഴിച്ച് BMBC നിലവാരത്തിൽ നിർമ്മിച്ച മങ്ങാട് ആര്യമ്പാടം അത്താണി റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് റോഡ് ഉപരോധിച്ചു. എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉപരോധ സമരം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, നേതാക്കളായ NK കബീർ, MC ഐജു, CV ജെയ്സൺ, PS സുധീഷ്, MK ജോസ്, MM സലീം, K ഗോവിന്ദൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു നീക്കി. ശക്തമായ കാറ്റിൽ മാള വടമയിൽ മരം വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. സബ് രജിസ്ട്രാർ ഓഫീസ് കോമ്പൗണ്ടിലെ മരം വീണാണ് വൈദ്യുതി കമ്പികൾ പൊട്ടിയത്. മരം വീണതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വീണ്ടും വാർത്തകളിലേക്ക്. പൊയ്യ പഞ്ചായത്തിലെ മഠത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് സാവകാശം തേടി. 3 മാസത്തിനുള്ളിൽ ഓഫീസ് തുറക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ അപ്പീൽ നിലനിൽക്കില്ലെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തെ തുടർന്നാണ് 6 മാസത്തെ സാവകാശം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ഷാൻഡി ജോസഫ് തട്ടകത്താണ് ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ എതിർകക്ഷികളാക്കി ഹർജി നൽകിയിരുന്നത്. 44 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് 2020 ഉദ്ഘാടനം നടത്തിയ ശേഷം പൂട്ടിയിട്ടത്. VR സുനിൽകുമാർ MLA ഇടപെട്ടാണ് ഒരു ജീവനക്കാരനെ നിയമിച്ച് തുറന്നത്. എന്നാൽ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ജീവനക്കാരില്ലാതെ പ്രവർത്തനങ്ങളൊന്നും നടക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. പൊയ്യ മഠത്തുംപടി പള്ളിപ്പുറം ഗ്രൂപ്പ് വില്ലേജിൽ നിന്ന് മഠത്തുംപടി വില്ലേജ് വിഭജിക്കുന്ന കാര്യത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ലഭ്യമാക്കിയിട്ടുള്ള നിർദ്ദേശമുള്ള ഫയൽ ധനവകുപ്പിന്റെ ഫയലിൽ തന്നെയാണെന്ന് റവന്യൂ വകുപ്പ് രേഖാമൂലം ഹർജിക്കാരനെ അറിയിച്ചിട്ടുണ്ട്. വെസ്റ്റ് ചാലക്കുടിയിൽ വീടുകയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ചാലക്കുടി സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ അമൽ കൃഷ്ണനെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി സ്വദേശി തൊട്ടിപ്പറമ്പിൽ വീട്ടിൽ സുമീഷ്, സഹോദരൻ സുരേഷ് എന്നിവരെ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. അന്തിക്കാട് പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്ത CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് മുഖ്യാതിഥിയായി. അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജിത്ത് അന്തിക്കാട്, കൃഷി ഓഫീസർ KS ശ്വേത തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ശനിയാഴ്ച ആദരിക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. ഇതോടൊപ്പം 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങൾക്കും ആദരവ് നൽകും. സേക്രഡ് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആദരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മാള കേബിൾ വിഷൻ നൽകുന്ന സമാദരണം വിദ്യാഭ്യാസ പുരസ്കാര വിതരണം ഞായറാഴ്ച കാർമൽ കോളേജ് ഹാളിൽ നടക്കും. 100% വിജയം നേടിയ സർക്കാർ വിദ്യാലയങ്ങൾക്കും വിവിധ മേഖലകളിലെ പ്രതിഭകൾക്കും പുരസ്കാരം നൽകും. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും ഉൾപ്പെടുന്നതാണ് 10ാമത് പുരസ്കാരമായി നൽകുന്നത്. 250 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ഞായറാഴ്ച 2-ന് നടക്കുന്ന സമാദരണം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്യും. VR സുനിൽകുമാർ MLA അധ്യക്ഷനാകും. 24 ന്യൂസ് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരിക്കും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ മാള കേബിൾ വിഷൻ മാനേജിംഗ് ഡയറക്ടർ ജിജോ ജോസഫ്, COA മേഖലാ പ്രസിഡന്റ് PS സുബിതൻ, P ഗിരീശൻ എന്നിവർ പങ്കെടുത്തു. ദേശീയപാതയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസും ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളിവഞ്ചി സമരം സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ VJ ജോജി, പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് PI മാത്യു, KO വർഗീസ്, പോളി റാഫേൽ, TD എലിസബത്ത്, മെജോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. തകർന്നു കിടക്കുന്ന എരുമപ്പെട്ടി കരിയന്നൂർ കാവിൽവട്ടം റോഡ് പുനർനിർമ്മിക്കാത്തതിനെതിരെ BJP റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ കോൺഗ്രസ് വാർഡ് മെമ്പറും CPM പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറാകുന്നില്ലെന്ന് BJP ആരോപിച്ചു. BJP എരുമപ്പെട്ടി പഞ്ചായത്ത് ഇൻചാർജർ രാജേഷ് കുട്ടഞ്ചേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി, വാർഡ് കൺവീനർ ഗിരീഷ് കരിയന്നൂർ, പ്രസാദ് കരിയന്നൂർ, സുരേഷ് കുന്നത്തേരി, KR രമേശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അരിമ്പൂർ പഞ്ചായത്തിൽ പേപ്പർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ബിന്നുകൾ സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി റെനി പോൾ, ജനപ്രതിനിധികളായ ശോഭ ഷാജി, CP പോൾ, PA ജോസ്, സിന്ധു സഹദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. യളവള്ളി പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് ജാർ കഴുത്തിൽ കുടുങ്ങിയ തെരുവ് നായയുടെ കാഴ്ച നൊമ്പരമുണർത്തുന്നു. കാക്കശ്ശേരിയിൽ പ്ലാസ്റ്റിക് ജാർ കഴുത്തിൽ കുടുങ്ങിയ തെരുവ് നായ അസ്വസ്ഥതയോടെയാണ് നടക്കുന്നത്. സഹായിക്കാനായി ആരെങ്കിലും അടുത്തു ചെന്നാൽ പേടിച്ച് നായ ഓടി അകലുകയാണ്. 4 മാസം പ്രായമുള്ള 3 പട്ടിക്കുട്ടികളും ഒപ്പമുണ്ട്. മൃഗസ്നേഹികൾ ആരെങ്കിലും ഇടപെട്ട് നായയുടെ വേദന അകറ്റി നാട്ടുകാർക്ക് നൊമ്പരക്കാഴ്ചയിൽ നിന്ന് മോചനം ലഭ്യമാക്കണമെന്നാണ് ആവശ്യം. ഇത്തരം സന്ദർഭങ്ങളിൽ സഹായിക്കാൻ സന്നദ്ധരായവരുണ്ടെങ്കിൽ 9471777877 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കൈത്തറി യൂണിഫോം പദ്ധതി താളം തെറ്റും. സ്കൂൾ തുറന്ന് 1 മാസം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥികൾക്ക് യൂണിഫോം ലഭിച്ചില്ല.
കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ മേഖലയിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ രാസമാലിന്യം കലർന്ന സംഭവം മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ എഞ്ചിനീയറിംഗ് കോളേജിനെ ചുമതലപ്പെടുത്താൻ തീരുമാനം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ദർശനം നടത്തും. സന്ദർശനം കണക്കിലെടുത്ത് രാവിലെ 8 മുതൽ 10 വരെ വിവാഹം, ചോറൂണ് എന്നിവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. വടക്കാഞ്ചേരി ബൈപ്പാസ് നിർമ്മാണം സംബന്ധിച്ച് കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘം സ്ഥലപരിശോധന നടത്തി. അകമല മുതൽ കരുതക്കാട് വരെയുള്ള മേഖലകളിലാണ് പരിശോധന നടത്തിയത്. കാട്ടൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ആഫ്രിക്കൻ ഒച്ചശല്യം രൂക്ഷം, നടപടിയെടുക്കാതെ അധികൃതർ. എരുമപ്പെട്ടി, പതിയാരം, കാവാലഞ്ചിറ, പൊതുകുളം വല ഉപയോഗിച്ച് അടച്ചുകെട്ടിയതിനെതിരെ നാട്ടുകാരുടെ പരാതി. മത്സ്യം വളർത്തലിനായി സ്വകാര്യ വ്യക്തികളാണ് കുളം അടച്ചുകെട്ടിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.